ബാങ്ക് ഒഫീഷ്യൽസ് പോലും OTP തരണമെന്ന് പറഞ്ഞാൽ കൊടുക്കരുത് എന്നല്ല നിയമം. നിങ്ങളെ മെസ്സേജ് നോക്കല്ലേ? പാസ്വേഡ് ആണല്ലോ, വലിയ പാസ്വേഡ് ആണല്ലോ. Let's hack Kochi. So me and Naveed going to hack Kochi. എത്രത്തോളം കൊച്ചി സേഫ് ആണ് ഫ്രം സൈബർ അറ്റാക്ക് എന്നാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഇവിടെ വൈഫൈ ഉണ്ട്, പബ്ലിക് വൈഫൈ ആണ്. നമുക്ക് നോക്കാം അറ്റാക്ക് നമുക്ക് പോസിബിൾ ആണ്. ഓക്കെ, നമ്മൾ അവർക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ലോഗിൻ ചെയ്യാൻ കൊടുക്കുന്നു. ഫിഷിംഗ് അറ്റാക്ക് ആണ്. എത്രത്തോളം ആൾക്കാർ ഇതിൽ വീഴും, ആരൊക്കെ സേഫ് ആണ്, സേഫ് ആയവർക്ക് നമുക്ക് കുറച്ച് ചോക്ലേറ്റ്സും ഗിഫ്റ്റൊക്കെ ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇൻട്രൊഡക്ഷൻ തരാം. നമ്മൾ ഒഫൻസോ ഹാക്കേഴ്സ് അക്കാദമിയിൽ വരുന്നതാണ്. കൊച്ചി പാലാരിവട്ടത്ത് സൈബർ സെക്യൂരിറ്റി ട്രെയിനിങ് കൊടുക്കുന്ന ഒരു അക്കാദമിയാണ്. സോ നമ്മൾ സ്റ്റുഡൻസിനെ ഹാക്കിംഗ് പഠിപ്പിക്കും, സൈബർ സെക്യൂരിറ്റി അവയർനെസ് പഠിപ്പിക്കും. സോ ഇന്ന് ഇവിടെ നമ്മൾ മറൈൻ ഡ്രൈവിൽ വന്നത് കൊച്ചി എത്രത്തോളം സേഫ് ആണെന്ന് നോക്കാനാണ്. എത്രത്തോളം ആളുകൾ ഹാക്ക് ആവുന്നുണ്ട്, അത് ഇൻ കേസ് അറിവില്ലാത്തവർക്ക് നമ്മൾ അവയർനെസ് കൊടുത്ത് അവരുടെ അക്കൗണ്ട് എങ്ങനെ കൂടുതൽ സേഫ് ആക്കും, ഇനി എങ്ങനെ അവർ ഫ്യൂച്ചറിൽ ഹാക്ക് ആവാതിരിക്കാൻ നമ്മൾ നോക്കും എന്നൊക്കെയാണ് ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇൻസ്റ്റാഗ്രാമിലുണ്ടാവും ഇവിടെ എല്ലാവർക്കും ഉണ്ടാവുക. അത് എത്രത്തോളം സേഫ് ആണെന്ന് വിചാരിക്കുന്നു? ഒരിക്കലും സോഷ്യൽ മീഡിയ മൊത്തത്തിൽ നമുക്ക് സുരക്ഷിതമല്ലല്ലോ. സേഫ് ആണെന്ന് വിശ്വസിക്കുന്നില്ല. പക്ഷെ നമുക്ക് സേഫ് ആകാനുള്ള ടിപ്പ് പറഞ്ഞുതരാൻ പറ്റുമല്ലോ. നിങ്ങൾ എന്തായിട്ട് വർക്ക് ചെയ്യുന്നത്? ബാങ്കിലാണ്. ഓക്കെ, സോ ബാങ്ക് ആണെങ്കിൽ അറിയാലോ എത്രത്തോളം OTP ഷെയർ ചെയ്യുമ്പോൾ എത്രത്തോളം റിസ്ക്ഫുൾ ആണ്. ഇപ്പോൾ എത്രത്തോളം ആൾക്കാർ ഹാക്ക് ആകുന്നുണ്ട്, പൈസ പോകുന്നുണ്ട്, നിങ്ങൾക്ക് എന്തായാലും അറിയുണ്ടാവും. സോ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം എത്രത്തോളം സേഫ് ആക്കാൻ പറ്റുമെന്നാണ് ഞാൻ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇൻ കേസ് ഫെയിലർ ആണെങ്കിൽ ഇത് കിട്ടില്ല. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം സെക്യൂർ ആണെങ്കിൽ 4 ആൾക്ക് ഇത് കിട്ടും. അപ്പോൾ ആ ഒരു ഇൻസ്റ്റാഗ്രാം ID നമ്മളിത് ടൂളാണ്, സേഫ്റ്റി ചെക്കിംഗ് ആണ്. സോ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സേഫ്റ്റി കാണാം. ലോഗിൻ ചെയ്യാൻ പാസ്വേഡ് കറക്റ്റ് ലോഗിൻ ചെയ്യുന്നത് പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടില്ല. എനിക്കില്ല, അറിയില്ലേ യൂസർ നെയിം പാസ്വേഡ്? പാസ്വേഡ് നമ്മളാണെങ്കിൽ അതിനകത്ത് തന്നെ സേവ് ആക്കിയിട്ടിരിക്കുന്നല്ലോ. അത് തന്നെ എനിക്കില്ല. ഇല്ല, ഉപയോഗിക്കുന്ന ആളല്ലേ. അറിയുന്ന പാസ്വേഡ് അടിച്ചു നോക്കിയാൽ മതി. യൂസർ നെയിം അറിയില്ലേ? അതെ, യൂസർ നെയിം കാണുന്നുണ്ടോ? ഓക്കെ, നിങ്ങളുടെ പേര് ചോദിക്കാൻ പറഞ്ഞു. പേര് ഹാരിസ്, പേര് ഷാഫിൻ, അച്ചു, ഹരി. നിങ്ങളെല്ലാവരും ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുന്നതാണ്? ഒരു ബാങ്കിൽ, ഞാൻ വേറെ ബാങ്കിൽ. നിങ്ങളെല്ലാവരും ബാങ്കിൽ വർക്ക് എല്ലാവരും കാറിൻ്റെ ടെക്നീഷ്യനാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെ സൈബർ റിലേറ്റഡ് അറ്റാക്കോ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? സൈബർ അറ്റാക്ക് ഉണ്ടായിട്ടില്ല, പക്ഷെ സുഹൃത്തുക്കൾക്ക് ഉണ്ടായിട്ടുണ്ട്. അവരുടെ ബാങ്കിൽ നിന്ന് പണം പോയതാണ്? പണം പോയതല്ല. ഇവിടെ പുതിയ തരത്തിലുള്ള ആപ്പുകളുണ്ടല്ലോ, ലോൺ ആപ്പുകളിൽ നിന്ന് പറ്റിക്കപ്പെടുന്നുണ്ടായിരുന്നു. ഓക്കെ, നമ്മളിപ്പോൾ നടന്നു വരുന്നത് ഒഫൻസോ ഹാക്കേഴ്സ് അക്കാദമിയിലെ ഹാക്കറാണ്. നമ്മളെ ട്രെയിനറാണ്, നമ്മളെ സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റാണ്. സോ നവീദാണ് പേര്. നവീദ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് നിങ്ങൾ എന്തായാലും ഞെട്ടിക്കാൻ പോകും. ഓക്കെ, സോ പാസ്വേഡ് പറഞ്ഞു കൊടുത്തു. പാസ്വേഡ് യൂസർ നെയിം ഇവിടെ ഇല്ല ഒരാളെ നമ്മൾ ലൈവായിട്ട് ഹാക്ക് ചെയ്തു. ഇവിടെ എന്താ സംഭവിച്ചേ? നമ്മൾ ഒഫൻസോ ഹാക്കേഴ്സ് അക്കാദമിയിൽ നിന്നാണ്, സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ് ആണ്. നിങ്ങൾ വിശ്വസിച്ചു. നിങ്ങളെ മെസ്സേജ് നോക്കല്ലേ? ഇതിപ്പം തന്നെ പാസ്വേഡ് ചേഞ്ച് ചെയ്തിട്ടേ പോകും. ഇപ്പം തന്നെ നിങ്ങളെ പാസ്വേഡ് ചേഞ്ച് ചെയ്യുക. ഇത് ജസ്റ്റ് ഒരു അവയർനെസ് തരാൻ പോവാണ്. ഈവൻ നിങ്ങൾ ബാങ്കിൽ പണിയെടുക്കുന്നതെന്ന് അറിയാം, ബാങ്ക് ഒഫീഷ്യൽസ് പോലും OTP തരണമെന്ന് പറഞ്ഞാൽ കൊടുക്കരുത് എന്നല്ല നിയമം, അല്ലേ? അതാണ്, അത്രേ ഉള്ളൂ. നമ്മൾ എത്ര ട്രസ്റ്റഡ് ആൾക്കാരുണ്ടെങ്കിലും ഇപ്പം എന്നെ ട്രസ്റ്റ് ചെയ്ത പോലെ എന്നെ ആരും ട്രസ്റ്റ് ചെയ്യരുത്. നിങ്ങളുടെ പാസ്വേഡ് നിങ്ങളുടെ ഫോണിൽ മാത്രം, വേറെ ആളെ ഡിവൈസിൽ എന്ത് ചെയ്യരുത്, ലോഗിൻ ചെയ്യരുത്. നിങ്ങൾ പബ്ലിക് വൈഫൈ യൂസ് ചെയ്യാറുണ്ടോ? യൂസ് ചെയ്യാറുണ്ട്. പബ്ലിക് വൈഫൈ യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരാൾ പബ്ലിക്കിൽ ഇരുന്നാൽ പോരെ. നിങ്ങളുടെ പാസ്വേഡ് ഹൈലി കോൺഫിഡൻഷ്യലായ പേയ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ വെച്ച് നിങ്ങൾ എന്ത് പഠിച്ചു? പബ്ലിക്കിൽ വൈഫൈ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം പഠിച്ചു. ഇതുപോലെ എന്തായിരുന്നു, ഒരു വിക്ടിം ആവരുത്. അപ്പോൾ ഈ പാസ്വേഡ് ഇപ്പം തന്നെ മാറ്റണം. അടുത്തൊരു ചോദ്യം, നമ്മൾ പരാജയപ്പെട്ടാലേ മുട്ടായി കിട്ടത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ കുഴപ്പമില്ല. ഓക്കെ, സോ സ്റ്റെപ്പ് 2 വെരിഫിക്കേഷൻ ഉണ്ട്, അതുകൊണ്ട് സേഫ് ആണല്ലേ? അല്ലേ? ആയിരിക്കും. സോ ഇത് നവീദാണ്, നമ്മൾ ഒഫൻസോ ഹാക്കേഴ്സ് അക്കാദമിയിലെ ഹാക്കറാണ്. സോ ഹീ ഈസ് ദ ഇൻസ്ട്രക്ടർ. സോ ഇവരൊരു അടിപൊളി സംഭവം കാണിക്കാൻ പോവുകയാണ്.
ഇവിടെ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായ? ഒന്നും മനസ്സിലായില്ല. മൈക്കൊന്നും ഇവിടെ. പാസ്വേഡ് നമ്മൾക്ക് കിട്ടി. അപ്പോൾ നിങ്ങളെന്തായി? ഹാക്കഡായി. അപ്പോൾ ഇപ്പോൾ എന്താ സംഭവിച്ചത്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അതായത് നമ്മൾ ഒഫൻസോ ഹാക്കേഴ്സ് അക്കാദമിയാണ്, നമ്മൾ സുരക്ഷിതം കൂട്ടാനാണ് പോകുന്നത്, അവയർനെസ് തരാനാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പറ്റിച്ചു. നിങ്ങളതിൽ വീണു. പക്ഷേ ഏതോ വഴിയിലേ പോകുന്ന ഒരു അന്യർക്ക് പാസ്വേഡ് അടിച്ചു കൊടുത്തു അല്ലേ? എക്സാക്ട്. ഇനി ഇങ്ങനെ അടിച്ചു കൊടുക്കുമോ ആർക്കെങ്കിലും? ഇനി നിങ്ങളുടെ സ്വന്തം ഫോണിലേക്കും വേറെ ഏതെങ്കിലും ലിങ്ക് വന്നിട്ട് ലൈക്ക് 50,000 ലോൺ എമൗണ്ട് പാസ്സായിട്ടുണ്ട്, അല്ലെങ്കിൽ iPhone 15 ഗിവ് അവേ അടിച്ചിട്ടുണ്ട്, ലോഗിൻ ചെയ്യണം ചോദിച്ച് ഇതുപോലെ ലിങ്ക് വന്നാൽ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. ഇത് ലൈവായിട്ട് കാണിച്ചത് എന്തിനാന്ന് ചോദിച്ചാൽ ഇനി പാസ്വേഡ് എവിടെയും കൊടുക്കില്ലല്ലോ. ഇൻസ്റ്റാഗ്രാം വെരിഫിക്കേഷൻ ചെക്ക് ചെയ്യുന്നതാണ്. ഐ മീൻ എത്രത്തോളം സേഫ് ആണെന്ന്. നിങ്ങളൊന്ന് ലോഗിൻ ചെയ്യുകയാണെങ്കിൽ എത്രത്തോളം സേഫ് ആണെന്ന് അറിയാം. ഇൻ കേസ് സേഫ് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ സേഫ് ആക്കി തരാമെന്നുള്ള ട്രിക്കും അതിനുള്ള സ്റ്റെപ്സും പറഞ്ഞുതരാം. എന്താ പേര്? അഫ്സൽ. എന്താ ഇൻസ്റ്റാഗ്രാം ID? മുഹമ്മദ് അഫ്സൽ. ഫോൺ നമ്പറാണ് കൊടുത്തത് അല്ലേ? കുഴപ്പമില്ല. ഈ പ്രിറോഗിയുടെ വീഡിയോ അറിയില്ലേ, ഞാനത് സ്ഥിരമായിട്ട് കാണാറുണ്ടായിരുന്നു. അതായത് ഏറ്റവും കൂടുതൽ ഹാക്കേഴ്സ് ഉള്ള ഇന്ത്യയിലാണ്. അവർ US അക്കൗണ്ട് ഹാക്ക് ചെയ്തിട്ട് എനിക്കപ്പോൾ അത് ഇതിൽ കുറച്ച് ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നി. നിങ്ങൾ ഭയങ്കര സേവനമാണ് ചെയ്യുന്നത്. ആളുകൾക്ക് ഒരു നല്ലൊരു അവയർനെസ് കൊടുക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പോൾ എന്താ പേര് പറഞ്ഞത്? അഫ്സൽ. അഫ്സൽ. സ്റ്റെപ്പ് 2 വെരിഫിക്കേഷൻ ഉണ്ട് അല്ലേ? എന്തായാലും അപ്പോൾ സേഫ് ആണല്ലേ? സേഫ് അല്ല എന്ന് പറഞ്ഞാലോ? സേഫ് അല്ല എന്ന് പറഞ്ഞാൽ സെക്യൂർ പാസ്വേഡ് ആണല്ലോ, വലിയ പാസ്വേഡ് ആണല്ലോ. ഇതാണ് നിങ്ങൾ അടിച്ച പാസ്വേഡ്. എന്താ പാസ്വേഡ്? പാസ്വേഡ് സ്ട്രോങ് ആണ്. പാസ്വേഡ് വളരെ ലെങ്തിയാണ്. പാസ്വേഡ് ലെങ്തി ആയിട്ടും അല്ല, ഇത് ലോഗിൻ ചെയ്തത് നമ്മുടെ ഡിവൈസിലാണ്. ഇപ്പം ഞാൻ എന്താ ചെയ്തത്? നിങ്ങളുടെ ട്രസ്റ്റ്, എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്, എന്നെ അറിയാം, അപ്പം എന്നെ വിശ്വാസം ഉണ്ടാവും. ആ ട്രസ്റ്റ് ഞാൻ മിസ്യൂസ് ചെയ്തു. അപ്പം ഇതിലെന്താ നമ്മൾ പഠിക്കേണ്ടത്? ഈവൻ ഒരു ബാങ്ക് ഓഫീസിൽ വന്നിട്ട് OTP തരുമെന്ന് ചോദിച്ചാലും കൊടുക്കരുത്. നിനക്ക് ധൈര്യമുണ്ടോ? ആക്ച്വലി എനിക്ക് അത്ര ധൈര്യമില്ല ബ്രോ. അതായത് എൻ്റെ ഫോണിൽ യൂസർ നെയിം പാസ്വേഡും അടിച്ചു തരാൻ ധൈര്യമില്ല. ആക്ച്വലി ഞാൻ ബ്രോനെ ആദ്യമായിട്ട് കാണുന്നത് നമ്മളെ ഷസാം ബ്രോ ആയിട്ടുള്ള ഒരു നമ്മളെ ഫോണിൻ്റെ ഷസാം ബ്രോ ജസ്റ്റ് ഒരു SMS ഓപ്പൺ ചെയ്യുന്ന ഒരു ഇതില്ല അന്ന് നിർത്തിയതാണ്. ഞാൻ ആക്ച്വലി ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പറാണ്, സോഫ്റ്റ്വെയർ. ഓക്കെ ഫൈൻ. എന്താ കോൺടെസ്റ്റ് അറിയോ? പാസ്വേഡ് അടിക്കരുത്. അപ്പോൾ നിങ്ങൾ വിന്നേഴ്സാണ്. സോ ഇന്നത്തെ ടെസ്റ്റിൽ ആദ്യത്തെ വിന്നേഴ്സാണ്, ബാക്കി എല്ലാവരും പാസ്വേഡാണ്. സോ ഞാൻ ആദ്യം വിചാരിച്ചത് പബ്ലിക്കിനോട് യൂസർ നെയിം പാസ്വേഡും ചോദിച്ചാൽ ഒന്നിക്കെ തല്ല് കിട്ടും അല്ലെങ്കിൽ തരില്ല എന്നാണ്. എനിക്ക് തെറ്റി. ഇവിടെ കൂടുതൽ ആൾക്കാരും ഇതിൽ ഇരയാകുന്നുണ്ട്, വിക്റ്റിം ആവുന്നുണ്ട്.